ശ്രീ പ്രേംകുമാർ, ഈ അങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരം പോസ്റ്റുകളിലായി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യമാണ് പിണറായി വിജയന് ഭാഗ്യമില്ല, തനിക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ എതിരാളികളെ കിട്ടാൻ ഭാഗ്യം ചെയ്തിട്ടില്ല കേരളത്തിന് മുഖ്യമന്ത്രി എന്നൊക്കെ. അങ്ങേക്ക് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇടത് സഹയാത്രികൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് അത്തരം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ട് താനും. ഇതിപ്പോ പിണറായി വിജയന് ഒപ്പം നിൽക്കാൻ കഴിയുന്ന മൂന്നാം മുഴുവും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച, അതായത് മൂന്നാം മുഴുവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുന്ന എന്ന നിലയ്ക്ക് ഏറെക്കുറെയൊക്കെ ഇളവുകളും ഒക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് ആ നിലയ്ക്ക് ഒരു എതിരാളി വരും എന്ന് CPM പേടിക്കേണ്ടതില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ആളെന്നുള്ള നിലയിലല്ല. നിങ്ങൾ 2021 ഇലക്ഷൻ്റെ സീൻ നോക്കൂ. അന്ന് പിണറായി വിജയനെ തീർക്കാൻ വേണ്ടിയിട്ട് വന്ന PCC പ്രസിഡന്റ് ആയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പോലും അറിവില്ലാതെ അയാളെ മാറ്റി. അന്ന് ഇലക്ഷൻ്റെ അടുത്തെത്തുമ്പോൾ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ AICC തീരുമാനിച്ച 2 ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തായി. ഈ 2 പേരിൽ ഒരാളുമല്ലാത്ത VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇനിയിപ്പോൾ മിക്കവാറും ഞാൻ വിചാരിക്കുന്ന 2026 ഇലക്ഷൻ വരുന്ന സമയത്ത് 3ഓ 4ഓ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. എന്നിട്ട് ഈ 4 പേരും അല്ലാത്ത വേറൊരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വരും. ഇതാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഒരാൾക്ക് എല്ലാ ഭാഗ്യവും കൊടുക്കൂല. അതിൽ പിണറായി വിജയന് കിട്ടാത്തൊരു ഭാഗ്യമാണ് തനിക്ക് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെ കോൺഗ്രസ് നേതാവിനെ കിട്ടുക എന്നുള്ളത്. പിണറായി വിജയനെ അടിച്ച് പൊടിച്ച് തൂഫാൻ അടിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു K. സുധാകരൻ വന്നത്. ഇപ്പൊ K. സുധാകരനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് അറിയാതെ പെട്ടുഴലുകയാണ്. മാത്രമല്ല മാധു, ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇരുത്തത്തിന്റെ കാര്യം ഞാൻ ആലോചിക്കുകയാണ്. അതായത് LDF ഗവൺമെന്റിന് 8.5 വർഷം കഴിഞ്ഞ സമയത്ത് ഇപ്പൊ നടക്കേണ്ട ചർച്ച സത്യത്തില് പ്രതിപക്ഷം അതിരൂക്ഷമായ കാര്യങ്ങൾ, ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിനെ പറ്റുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് എൻ്റെ ഒക്കെ ഒരു പൊസിഷൻ വെച്ച് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അതല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ കൂളായിട്ടിരിക്കുകയും കോൺഗ്രസിന്റെ അകത്ത് അടിയെ പറ്റി നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ചർച്ച കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുന്നതിനെ പറ്റിയായിരുന്നു. ഞാൻ അന്നും പറഞ്ഞിരുന്നു, കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ ജേക്കബ് ജോർജും സണ്ണിക്കുട്ടി എബ്രഹാമും ഞാനൊക്കെ മുഖ്യമന്ത്രിയായ യോഗ്യന്മാർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവിടെ ഇലക്ഷൻ നടക്കണം, അതിൽ കേരളത്തിൽ 71-ൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത്. ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും BJP എല്ലാം കൂടി സകല ബഹളങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കിയിട്ടും ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നേട്ടങ്ങൾ സകല മേഖലകളിൽ ഉണ്ടാവുകയും ആളുകളത് മനസ്സിലാക്കുക, അംഗീകരിക്കുകയും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ സമയത്ത് ഇവരുടെ ഇടയിൽ അടിയോടടിയാണ്. BJP പ്രസിഡന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്രയോ കാലമായി ചർച്ചകൾ നടക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, പിണറായി വിജയന് തനിക്ക് പോകുന്ന ശത്രുക്കളെ, പ്രതിയോഗികളെ പ്രതിപക്ഷത്ത് കിട്ടാനുള്ള ഭാഗ്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കാലത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാണ് ഇനി വരാനുള്ളത് നോക്കൂ. നേരത്തെ പറഞ്ഞു, ഒരു വട്ടം കൂടി പറയുന്നു, ശശി തരൂർ അധികം ഫോർവേഡ് കളിക്കുന്നതിൽ ശരിയല്ല. അദ്ദേഹം വളരെ എക്സ്പെർട്ടാണ്, കോസ്മോപൊളിറ്റൻ ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ കേരള പൊളിറ്റിക്സിൽ ഫോർവേഡ് കളിക്കാനുള്ള എക്സ്പെർട്ടൈസോ മെയ്വഴക്കമോ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ എനിക്കും ജേക്കബ് ജോർജിനും ഒക്കെ വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ ബാറ്റിൽ ഗ്രൗണ്ട് ദാറ്റ് ഫിറ്റ്സ് എന്ന് തന്നെ പോസിറ്റീവായിട്ട് പറയാം. തിരുവനന്തപുരം പറഞ്ഞാണ് സത്യം. ഒരു ക്ലാരിറ്റി വരുത്തി പോകാൻ, പാർട്ടിയെ നയിക്കാൻ എന്ന നിലയ്ക്കാണ് പിണറായി വിജയന് ഇളവ് കിട്ടുന്നത്, അദ്ദേഹത്തിന്റെ പ്രായപരിധിയിലടക്കം. ഈ പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല ഇപ്പോൾ നടക്കുന്നത്. KPCC അധ്യക്ഷന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരിടത്ത് നയിക്കാൻ വേണ്ടി പ്രായത്തിൽ ഇളവ് കൊടുക്കുന്നു, മറ്റൊരിടത്ത് ഈ പറയുന്ന പ്രായാധിക്യത്തിന്റെ പേരിൽ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും അത് നടക്കാതെ പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നേതൃപ്രതിസന്ധിയും ആണ് ഞാൻ തുലനം ചെയ്തത്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നില്ല താരതമ്യം എന്ന കാര്യം ഞാനൊന്ന് ആവർത്തിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു.